നാം അറിയാതെ നടന്നു പോകുമ്പോൾ തഴച്ചു വളർന്നു നിൽക്കുന്ന പ്രയോജനപ്രദമായൊരു ചെടിയുടെ ചോട് ചവിട്ടിയൊടിച്ചോ അതിൻ്റെ തലനുള്ളിയോ ആണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മുടെ അബോധത്തിൽ ഹിംസയുടെയും വിഷയ ലോകങ്ങളുടെയും എത്ര തീഷ്ണ വികാരങ്ങളായിരിക്കും ഉണ്ടാവുക. നല്ലതുപോലെ വൈറ്റ് വാഷ് ചെയ്തൊരു പ്രതലത്തിനടുക്കൽ മണ്ണിൽ ചവിട്ടിയിട്ട് വന്ന് നിൽക്കുന്ന നമ്മൾ ആ കാലെടുത്ത് അതിലേക്ക് പതിപ്പിച്ചു വയ്ക്കുമ്പോൾ അറിയാതെ ആ കാലുകൾ അതിനെ വൃത്തിഹീനങ്ങളാക്കുന്ന വിധത്തിലാണ് നമ്മുടെ പെരുമാറ്റം നമ്മുടെ അബോധത്തിൽ രേഖപ്പെടുത്തിയതെങ്കിൽ ബോധത്തിലേക്കാൾ എത്ര കർക്കശമാണ് നമ്മുടെ അബോധം. നാം സഞ്ചരിക്കുന്ന ബസ്സിലിരിക്കുന്ന സീറ്റിലിരുന്നു കൊണ്ട് നഖം കൊണ്ട് ആ സീറ്റ് പതുക്കെ കീറി ആരുടെ ബസ്സുമാവട്ടെ അതിനകത്തെ സ്പോഞ്ച് പതുക്കെ ഞെക്കി കുറേശ്ശെ പുറത്തിടാൻ പാകത്തിനാക്കിയിട്ടാണ് നാം ഇറങ്ങിപ്പോരുന്നതെങ്കിൽ എന്ത് ആധ്യാത്മിക സർജനമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഭക്ഷണം കഴിക്കാൻ ഞാനും നിങ്ങളും ഒരു ഹോട്ടലിൽ കയറി ഇഷ്ടം പോലെ ഭക്ഷണം തരുന്ന ഹോട്ടലിൽ നിന്ന് പൈസ നേരത്തെ കൊടുത്ത് കയറിയിരുന്നുണ്ണുമ്പോൾ 25 രൂപ കൊടുത്തതാണ് എന്നുള്ളൊരു കണക്ക് മനസ്സിലോർത്ത് വയറ് നിറച്ചുണ്ട് കഴിഞ്ഞ് ഇലയിലേക്ക് വീണ്ടും ചോറും കൂട്ടാനുകളും വാങ്ങിച്ച് നമുക്കുപയോഗിക്കാൻ പറ്റാത്ത തൈരവിടെ ഇരിക്കുന്നത് അതിനകത്തേക്ക് ആ അച്ചാറിൽ കൈമുക്കി അതൊന്ന് ഇളക്കിയും വെച്ച് ബാക്കിയൊക്കെ കൂടെ സാമ്പാറും ഒക്കെ ഒഴിച്ച് കുഴച്ച് വെച്ച് ഇലമടക്കി എഴുന്നേറ്റ് പോരുമ്പോൾ നമ്മുടെ 25 രൂപ ഒപ്പിച്ചു എന്ന ലാഭമാണ് തോന്നുന്നതെങ്കിൽ എന്തിനീ നാമം ജപിക്കണം? ഞാൻ 1000 ഓർമ്മയുടെ ഹോട്ടലുകളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അതിൽ കുഴച്ചതെല്ലാം എന്നെ കയറി ആക്രമിക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞ എന്നെ ഉദ്ദേശിച്ച്. നിങ്ങൾ നിങ്ങളെ ഉദ്ദേശിച്ച് കേൾക്കുന്നു, അതെൻ്റെ കുറ്റമല്ല. ഞാൻ എന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അങ്ങനെയേ പറയാനാവൂ. നമ്മുടെ ജീവിതക്രമങ്ങളുടെ ഓരോ അംശങ്ങളും നാം കൊണ്ടുപോകുമ്പോൾ നിയതമായൊരു അച്ചടക്കവും നിരുപദ്രവകരമായ ഒരു സൗഖ്യവും നിതാന്തമായ ഒരു ജാഗ്രതയും ആധ്യാത്മിക സർജനത്തിൻ്റെ ഊടും പാവുമാണ്. അത് വിനയാന്വിതമാണ്. അത് സമസൃഷ്ടങ്ങളെ സമമായി കാണുന്നതാണ്. അതാണ് കൈവരേണ്ടത്. കൈവരുന്നില്ലെങ്കിൽ വിഷയലോലുപത്വം നമ്മുടെ കാരണ ശരീരത്തിൻ്റെ അന്തസ്ഥ തലങ്ങൾ വരെ പുലുകി നിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഒന്നും നഷ്ടപ്പെടുത്താതെ, ഒന്നിനെയും ധിക്കരിക്കാതെ, ഒന്നിനോടും എതിരിടാതെ സഞ്ചരിക്കാവുന്ന സ്വച്ഛന്തവും സുഭഗവുമായ ഒരു വഴിയാണ് ആധ്യാത്മികതയുടെ വഴി. ഭൗതികതയിൽ ഏറ്റുമുട്ടലുകളും ബഹളങ്ങളുമൊക്കെ ഉണ്ടാവാം. കാമം ക്രോധത്തിൻ്റെ മാതാവാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ഥൂല ശരീര താതാത്മ്യം, സൂക്ഷ്മ ശരീര താതാത്മ്യം, കാരണ ശരീര താതാത്മ്യം എന്ന 3 താതാത്മ്യങ്ങളും വിഷയത്തിലാണ് സംഭവിക്കുന്നത്. ഇതൊന്ന് മാറ്റണം. വിഷയങ്ങളെ ഗൗണമായും ആത്മനിഷ്ഠയെ മുഖ്യമായും കരുതി ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലേക്ക് ആത്മനിഷ്ഠയെ കൊണ്ടുപോകണം. അതാ ഇതിൻ്റെ പരിഹാരം. ഓരോ സാധനയും ശ്രദ്ധാപൂർവവും വിഷയവാസനയെ ഉല്ലംഘിക്കുമാറ് തജ്ജന്യവാസനയെ ഉണ്ടാക്കുന്നതുമാക്കി ചെയ്യണം. വിഷയത്തെ മുഖ്യമാക്കിക്കൊണ്ട് സാധനകളെ കൊണ്ടുപോകരുത്. ഇതുകൊണ്ടാണ് ആധ്യാത്മിക സാധനയുടെ ലോകങ്ങളിൽ സ്വനിർമ്മിതമായൊരു ദാരിദ്ര്യത്തെ പ്രാചീനർ വച്ചത്. ദാരിദ്ര്യം ആരും അടിച്ചേൽപ്പിച്ചതല്ല. കത്തോലിസിസത്തിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എടുക്കുമ്പോൾ ബ്രഹ്മചര്യവും അച്ചടക്കവും ദാരിദ്ര്യവും നിർബന്ധമായിരുന്നു. കത്തോലിക്ക പ്രീസ്റ്റിനെ കണ്ടിട്ടുണ്ടാവോ? കന്യാസ്ത്രീകളെ അച്ഛന്മാരെയും ഇല്ല. അവരുടെ നിയമ സംഹിത എന്ന് പറയുന്നത് നിർബന്ധമായ ബ്രഹ്മചര്യം. ഇപ്പോൾ അവർ സമരം ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനെതിരായിട്ട്. ഏതാണ്ട് മിക്കവാറും 10 കൊല്ലത്തിനുള്ളിൽ അനുവദിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ബ്രഹ്മചര്യത്തിൻ്റെ നിർബന്ധം, അച്ചടക്കത്തിൻ്റെ നിർബന്ധം,
സ്വനിർമ്മിതമായ ഒരു അച്ചടക്കത്തിൽ മാത്രമേ ആധ്യാത്മികത ഉണരൂ. ആ പ്രാചീനമായ കൺസെപ്റ്റാണ് ഇന്നലെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ എനിക്കറിയില്ല എന്ന് പറയേണ്ടി വന്നത്. എൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങൾ അതിനെ വരുന്ന തലങ്ങളിൽ പുറത്തേക്ക് വിടുമ്പോൾ ശബ്ദമോ സ്പർശമോ രൂപമോ രസമോ ഗന്ധമോ ഉൾക്കൊള്ളുന്ന വിഷയലോകങ്ങളെ പുറത്തേക്കുണ്ടാക്കുമ്പോൾ വിഷയങ്ങൾ കൂടുതൽ ശക്തിയിൽ എന്നിൽ രേഖപ്പെടുത്തുകയാണോ, വിഷയങ്ങൾ ഒഴിഞ്ഞു പോവുകയാണോ എന്ന കാര്യം സംശയാസ്പദമാണ്. ആചാര്യന്മാരിൽ ഉത്തമന്മാരായ ചിലർ ഇതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. സർവോത്തമനായ രമണ മഹർഷിയും വിഷയങ്ങളെ അനുഭവിച്ചു തീർക്കാമെന്ന വ്യാമോഹം പെട്രോൾ ഒഴിച്ച് തീകെടുത്തുന്ന പോലാണ്. തീകെടും പെട്രോൾ ഒഴിച്ചാൽ. ഒരു വീപ്പ പെട്രോൾ ഒന്നിച്ചൊരു തിരിയുടെ പൊക്കത്തിലേക്ക് ഒഴിച്ചാൽ കെട്ടുപോകും, ഇല്ലേ? കെടുകയില്ല. ഇത് പെട്രോളാ, മണ്ണെണ്ണയല്ല, ഇത് പെട്രോളാ. അവൻ ഒന്നിച്ചൊഴിച്ചാലല്ല എങ്ങനെ ഒഴിച്ചാലും കെടുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പെട്രോൾ കൊണ്ടുള്ള തീ കെടുത്താൻ പെട്രോൾ മതിയാകുമായിരുന്നില്ലേ? മണ്ണെണ്ണ കെടും, ക്രൂഡ് ഓയിലും കെടും, വെളിച്ചെണ്ണയും കെടും. അതൊക്കെ എണ്ണ വലിച്ചകത്തുന്നത്. പന്തമായിരുന്നാൽ പോലും എണ്ണയൊഴിച്ച് കെടുത്താം. എണ്ണയൊഴിച്ചാ പന്തം കെടുത്തുന്നത്. തെയ്യത്തിലൊക്കെ എണ്ണയൊഴിച്ചാ പന്തം കെടുത്തുന്നത്. നല്ലപോലെ കത്തണം എന്നുണ്ടെങ്കിൽ എണ്ണ ഒരറ്റത്തുനിന്ന് ഒഴിച്ച് പിന്നെ അങ്ങോട്ട് തീ പിടിക്കുമ്പോൾ ഈ അറ്റത്തൊഴിച്ച് അങ്ങനെയാ പന്തം എണ്ണ ഒഴിക്കുന്നത്. തെയ്യത്തിനൊക്കെ കണ്ടിട്ടില്ല തീവെട്ടിയും പന്തമൊക്കെ. അപ്പോൾ പെട്രോൾ ഒഴിച്ച് തീ കെടുത്തുന്നത് പോലെയാണ് വിഷയങ്ങളെ അനുഭവിക്കുന്ന സങ്കല്പങ്ങൾ കൊണ്ടും വിഷയ അനുഭവങ്ങൾ കൊണ്ടും വിഷയങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് മഹർഷി രമണൻ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്.